ഇന്ന് ഞങ്ങളതേ പാവയ്ക്ക പറിക്കാൻ വന്നതാണ്. ഈ നിൽക്കുന്ന വലിയ കാണാനൊന്നുമില്ല, എന്നാലും കായ ഉണ്ടാവുന്നുണ്ട് ഞങ്ങൾക്ക്. അതെ, വലിയ രീതിയിൽ കാണുമ്പോൾ എന്ത് ചെയ്യും, പാവലൊന്നും നോക്കും. പാവല് എൻ്റെ കമ്പ് ഇത്രേ ഉള്ളു ഇലയുള്ളത്. ഇവിടെ ഞങ്ങളുടെ ആ പാവലിൻ്റെ ഇത് ഉണ്ടോ, ഇത് വള്ളിയൊക്കെ വീശിത് ഇവിടെ കണ്ടോ. പപ്പറം ഞാൻ പറിച്ച 3 എണ്ണം ഇതുപോലെ വെള്ള പാവയ്ക്കയാണ്, കയ്പില്ലാത്ത പാവയ്ക്കായത്. ഇതിൻ്റെ ഇല കണ്ടാ പക്ഷെ കായ ഉണ്ടാവുന്നത് പറയത്തില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ, പള്ളിയെല്ലാം പോകാൻ തുടങ്ങി. കുറച്ചായി ഞങ്ങളിപ്പോൾ ഒത്തിരി കാ പറിച്ചു. ഞങ്ങൾ ഇങ്ങോട്ടെങ്കിലും ഒത്തിരി കാ പറിച്ചു. ഞങ്ങൾ ഇതുകൊണ്ട് കായ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞ കാരണം അഴുക്കായി പോവുക, കേടായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ പാവൽ കണ്ടോ, അപ്പുറമുണ്ട്. ഇതും വെള്ളപ്പാവൽ. ഏഴും പാവയ്ക്ക ഉണ്ടായിരുന്നു. ഇത് കണ്ടോ കിടക്കുന്നുണ്ടോ. പിന്നെ പാവൽ വലിയ ഇത് എന്തോ പുഴു പോലെ, പുഴുവിന് ഇലക്കെല്ലാം പുഴുവായപ്പോൾ വിഷമൊന്നും അടിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ നിൽക്കുന്നതല്ലേ, അപ്പം ഈ ഇതുകൊണ്ടൊക്കെ കേടൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈയിടെ മരുന്ന് അടിച്ചു നമ്മൾ. ആയുർവേദത്തിൻ്റെ ഒരു ഇതിൻ്റെ ലിക്വിഡ് പോലത്തെ കിട്ടി. അതടിച്ചപ്പോഴാണ് ഇലയ്ക്കൊരു ഇത് വന്നത്, ആ കേട് കുറഞ്ഞത്. ഇവിടെയൊക്കെ കായ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കുഞ്ഞ് കായ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് കായ ഉണ്ടാകുന്നുണ്ട്. കായ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കായടൊക്കെ ഉണ്ടാകും. നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി കിട്ടും. വലിയ മുടക്കൊന്നും ഇല്ലാതെ കിട്ടുന്നതല്ലേ. നമ്മൾ ഒത്തിരി വലിയ മുടക്കുന്നില്ല. ഇടയ്ക്ക് അങ്ങനെ ഇച്ചിരി ചാണകമോ ഇതൊക്കെ ഇടുന്നതേ ഉള്ളൂ. നല്ല കളർ. നല്ല ഇതിന് വലുതാവുന്ന ഈ പാവല് കണ്ടാൽ തോന്നുന്നു ഇത്രയും വലിപ്പമുള്ള കായ് ഇതെല്ലാം ഉണ്ടാവുന്നു. അതല്ല ഇത് കിടക്കുന്ന കണ്ടല്ലേ. അതല്ല, ഇത് ഇതിനും വലുതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാളെ പറിച്ചത്. നല്ല കൃഷിഭവൻ്റെ ഇതിനകത്ത് ഞാൻ വിട്ടായിരുന്നല്ലോ. അന്നേരം അവർ പറയുകയും ചെയ്തു, ഇത് ഇവിടെ കിണ്ണ ഞാൻ കുടിച്ചിട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ, ആർക്കും തരാനില്ലെന്നൊക്കെ പറഞ്ഞു. കാന്താരി ഉണ്ട്, അതായത് കാന്താരി. പിന്നെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കാന്താരി അങ്ങനത്തെ. ചേമ്പ്, ഇഞ്ചി, കാന്താരി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ നിന്ന് കാണിക്കാം. ഇതൊക്കെയുണ്ട്. ഞങ്ങൾ ബാക്കി വീട്ടിലെ സാധനങ്ങളൊക്കെ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ.